ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി ക്ലീൻ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു സർവീസും കൂടി കിട്ടുള്ളൂ കേട്ടോ. കാരണം അഡ്ജസ്റ്റിങ് ഏകദേശം നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ തവണ വേണ്ടി നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഹബിനകത്ത് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. തേയ്മാനം ഓൾറെഡി നമുക്ക് ഹബ്ബ് ലൈനർ ഉപയോഗിച്ചിട്ടുള്ള തേയ്മാനം ഉണ്ട്, അല്ലാണ്ട് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷനിൽ അത്യാവശ്യം ഉണ്ട്, നല്ല ടയറാണ്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ്. എന്നാൽ വലിയ പഴക്കമില്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ പൊല്യൂഷൻ എടുക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമുക്ക് എയർ ഫിൽറ്ററും ഈ പ്ലഗും കൂടി മാറ്റേണ്ടി വരുന്നുണ്ട്. കാരണം പൊല്യൂഷൻ ഓൾറെഡി കൂടുതലാണ്. എയർ ഫിൽറ്ററിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ കളറിൽ വലിയ വേരിയേഷൻ ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ പൊടി ഉണ്ട് ഇതിനകത്ത്. നമ്മൾ എങ്ങനെ എയർ അടിച്ച് ക്ലീൻ ചെയ്താലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും അതേപോലെ തന്നെ സിറ്റുവേഷൻ കാണിക്കും. കാരണം എന്ന് വെച്ചാൽ പേപ്പർ ക്വാളിറ്റിയാണ് അതിൻ്റെ വേരിയേഷൻ, കമ്പനി ഒറിജിനൽ പാർട്സും ഇതും തമ്മിൽ. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും ഈ പ്ലഗും കൂടി നമുക്ക് മാറ്റിയിടണം കേട്ടോ. അതിന് ശേഷം കാർബറേറ്റർ ട്യൂൺ ചെയ്തിട്ട് പൊല്യൂഷൻ എടുക്കാൻ പറ്റുമെന്നുള്ള ദിവസം നോക്കാം. പരമാവധി കാർബറേറ്റർ അഴിക്കാത്ത രീതിയിൽ പറ്റില്ല. വീണ്ടും അളവ് കുറയുള്ളതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് കാർബറേറ്ററും കൂടി നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. മാക്സിമം നമുക്ക് അഴിക്കാത്ത രീതിയിൽ നോക്കാം. ഈ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റി റീസെറ്റ് ചെയ്തിട്ട് കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് നിർത്തിയിട്ടൊന്ന് പൊല്യൂഷൻ എടുത്ത് നോക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഈ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട് കേട്ടോ. ആ ഗ്യാസ്കറ്റിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റിയിടുന്നതാണ് നല്ലത്. പിന്നെ ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്റർ കേബിൾ നല്ല ബലമാണ്. നമുക്ക് ഒരുപാട് ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട സിറ്റുവേഷനാണ്. അത് കേബിൾ ടൈറ്റ് ആയേക്കുന്നതാണ്. ചോക്കിൻ്റെ കേബിളൊന്നും കുഴപ്പമില്ല, ആക്സിലേറ്റർ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ക്ലച്ച് ഇടയ്ക്കൊന്നും ഹെഡ് ഈ ക്ലച്ചൊന്നും അഴിച്ച് ക്ലീൻ ചെയ്യുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഇവിടെയൊക്കെ അതിന് മാത്രം പൊടി കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എയർ അടിച്ചത് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ക്ലച്ച് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. നമുക്ക് ഈ ഭാഗത്ത് ഓട്ടോ ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ക്ലച്ച് യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. CVT ക്ലച്ചാണ്. അപ്പോൾ പൊടി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് തടസ്സപ്പെടും ശരിക്കും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ക്ലച്ച് ഭാഗമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്. ക്ലച്ച് യൂണിറ്റായാലും ക്ലച്ച് ഷൂവിൻ്റെ ഭാഗമായാലും വേറെ പറയത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, പെർഫോമൻസൊക്കെ ഓക്കെയാണ്. ക്ലച്ച് ഔട്ടർ യൂണിറ്റായാലും വേറെ ഡാമേജ് ഒന്നുമില്ല. ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. ഇതൊക്കെ നിലവിൽ നോക്കുമ്പോൾ ചെറിയൊരു തേയ്മാനമുണ്ട്, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ബെൻഡെക്സ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് കയറ്റിയിടാം. ഇതിന് ക്ലച്ചിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാണ് പൊടിയാണ് മൊത്തം കേട്ടോ. ഫുള്ളൊന്നും ബ്രഷ് ചെയ്തിട്ടൊക്കെ വേണം റീസെറ്റ് ചെയ്യാനായിട്ട് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ കിക്കർ വീല്, ഈ വീലും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. നമുക്ക് കിക്കർ ഇടയ്ക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്തെങ്കിലും കാണിച്ചാലാണ് നമുക്ക് കിക്കർ അടിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴത്തേക്കും ടൈറ്റ് വന്ന് പോകുന്ന കേസുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. പൊടിയുടെ കേസ് ഇതിൻ്റെ ഉള്ളിലും നല്ല രീതിയിലുണ്ട് ഫുള്ള്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ബെൽറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് ഓൾറെഡി ഇതിവിടെ പൊട്ടിയിരിക്കണം. ഈ ഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കട്ടയുടെ ഉള്ളികൂടെയും പൊട്ട് വീണിരിക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കേട്ടോ. കാരണം കൂട്ടത്തിലാവുമ്പോൾ നമുക്ക് ജനറൽ സർവീസിനകത്തുള്ള പാർട്സിൻ്റെ എമൗണ്ട് മാത്രമാണ് വന്നുള്ളൂ. നേരെ മറിച്ച് ഇനി ഇടയ്ക്ക് വെച്ച് വണ്ടി വഴിയിൽ വെച്ച് അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇരട്ടി കാശ് വരും. അപ്പോൾ അതിൽ നല്ലത് മാറ്റിയിടണമായിരിക്കും. പിന്നെ ഓട്ടത്തിൻ്റെ അനുസരിച്ച് നോക്കിയിട്ട് അത്യാവശ്യം ഈ ലോക്കലൊക്കെ ഓട്ടമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ എന്നാലും റിസ്ക് ആയിരിക്കും. നോക്കിയിട്ട് എന്തെങ്കിലും പറയാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. നിലവിൽ വേറെ പ്രോബ്ലമൊന്നുമില്ല. ബ്രേക്ക് കേബിളായാലും പഴക്കമുണ്ടെങ്കിൽ പോലും വലിയ ടൈറ്റൊന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല. ബുഷുകൾ ഗ്രീൻ ബുഷായാലും ലിങ്ക് ബുഷായാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിൽ ടയർ പുതിയ ടയറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മാതിരി ടയറൊന്നും ഫ്രണ്ടിൽ യൂസ് ചെയ്യാതിരിക്കുക. കാരണം വെച്ചാൽ ഇത്രയും ഗ്രിപ്പുള്ള ടയർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഹാൻഡിലും ഒരുപാട് ബലം അനുഭവപ്പെടും. നമ്മൾ ഒരുപാട് ബലം പിടിച്ചിരുന്ന് വണ്ടി ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും. ശരിക്കും ഇത് ബാക്കിലും ഇത് ഇമാതിരി ടയർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും ഇത് ബാക്ക് ടയർ തീർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്ക് ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ. ബാക്ക് ടയർ തീർന്നു കഴിയുമ്പോൾ ഈ ടയർ ഡിസ്കേപ്പാടി ബാക്കിലേക്ക് ഇടാം. പുതിയ ടയർ കമ്പനി മോഡൽ സാപ്പർ മോഡൽ മേടിച്ച് ഫ്രണ്ടിലിടാം കേട്ടോ. അതിന് കുറച്ചുകൂടി ബെറ്റർ. പറ്റുമെന്നുണ്ടെങ്കിൽ MRFൻ്റെ കിട്ടുമെന്ന് നോക്കാം. ഇതല്ലെങ്കിൽ തന്നെ MRFൻ്റെ കിട്ടിയില്ലെങ്കിൽ അതേ പാറ്റേണിൽ തന്നെയുള്ള സിയറ്റിൻ്റെ ആയാലും അപ്പോളോൻ്റെ ആയാലും യൂസ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. വണ്ടി ഓടിക്കാൻ സ്മൂത്ത്നെസ് അതിനാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ ഹബിൻ്റെ ഉള്ളിലൊന്നും വേറെ പറയാത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വാട്ടർ പേപ്പറിട്ട് ഒന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. റിമ്മിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകണത് നല്ലതാണ്. പെയിൻറ്റ് വർക്ക്ഷോപ്പിലൂടെ കാണിച്ചിട്ടൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്താൽ നല്ലതാണ് കേട്ടോ.
പിന്നെ ഹാൻഡിലിൻ്റെ ബെയറിങ് കോൺസെപ്റ്റ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്. നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വിടണേ. ബാറ്ററി 2022 മോഡൽ ബാറ്ററിയാണ് ഇതിന് ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആമ്പിയർ തന്നെ ബാറ്ററി ഉണ്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് കൂടി തരാം. വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.81 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലയിൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ ഓക്കെയാണ്. അപ്പോൾ നിലവിൽ വേറെ ഇപ്പോൾ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻറ്റോ ഒന്നും കാണിക്കണമെന്നില്ല. പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അത് ആ സ്വിച്ചിൻ്റെ ആണ് കേട്ടോ. ആ സ്വിച്ചൊന്നും ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ ഈ ഭാഗത്തേക്ക് എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കിയാൽ നല്ല ഓയിലാണ് കിടക്കണേ. ഓയിൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. പൊട്ടിക്ക് ലെവലിൻ്റെ ഒരു ചെറിയൊരു ഇത് കാണിക്കുന്നുണ്ട്. അതൊന്ന് ടോപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഈ പറഞ്ഞ പോലെ സ്പാർക്ക് പ്ലഗ് എയർ ഫിൽറ്റർ നമ്മൾ കൂട്ടത്തേക്കൂടെ മാറ്റി വിടുന്നുണ്ട്. ഓൾറെഡി നമുക്ക് പൊല്യൂഷൻ കൂടി എടുക്കാനുണ്ടല്ലോ. പൊല്യൂഷൻ ഓൾറെഡി ഫെയിൽഡ് ആണ്. അപ്പോൾ അതും കൂടി കൂട്ടത്തേക്കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടായിരുന്നു. വൈകിട്ടത്തേക്ക് ആവുള്ളൂ. ഏതായാലും വണ്ടി നമുക്കൊരു 5-6 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക്. നേരത്തെ ആവുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.